ഹലോ. അപ്പം ഇന്ന് ഒരു മിനി വ്ളോഗാണ് എന്ന് പറയുന്നത്. 5 മണി ആവാനായിട്ടുണ്ട്. എൻ്റെ ആ ഒരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. എന്നിട്ട് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടോ. ഞാനൊരു ഈവനിങ് വ്ളോഗാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ വീഡിയോസ് ഫുൾ എടുത്ത് വന്നപ്പോഴും നൈറ്റിലത്തെ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈവനിങ് ടു നൈറ്റ് ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഒന്നും വേറെ ഒന്നുമില്ല, നമ്മുടെ അവിടെ ചിക്കന് നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഏട്ടനും ബബ്ലൂസും കൂടിയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വരുന്നപ്പോഴേക്കും ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനിട്ടിരിക്കും. എൻ്റെ കൂടെ എൻ്റെ ബബ്ലൂസും കൂടി വന്നു. പ്രത്യേകിച്ച് ബബ്ലൂസ് ചപ്പാത്തി ദിവസമല്ലോ ഇതേപോലെ ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഒരു ഉണ്ടാവാൻ എടുത്ത് വെക്കും. എന്നിട്ട് അതേപോലെ പാമ്പ് അല്ലെങ്കിൽ പ്രാവ് എന്തെങ്കിലുമൊക്കെ ഒരു കിളികളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാ അങ്ങനെ തട്ടി വെച്ചിട്ട് കുറച്ച് ഇടും എന്താ മാത്രം ബബ്ലൂസിലിട്ടാ വെള്ളം പോയില്ല. ഇനി പാമ്പിനൊക്കെ ഉണ്ടാക്കി തന്നെ പാമ്പിനെ ഉണ്ടാക്കണം. പിന്നെ 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 എന്തൊക്കെ ഉണ്ടാക്കണം ചോദിക്കും പറയാരോട്. പാമ്പിനെ ഉണ്ടാക്കണം, പിന്നെ എലഫന്റിനെ ഉണ്ടാക്കണം, പിന്നെ സന്തോഷം ഉണ്ടാക്കണം. അപ്പോൾ ഇനി ഞാൻ ചപ്പാത്തി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുടെ പണി പറയുന്നത് ചിക്കൻ വാങ്ങി വന്നിട്ട് കേട്ടോ. ഇത് 2 കോഴിയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ വില കുറവാണ്, 90 രൂപ കേട്ടോ. 90 രൂപയാണ് ഇവിടെ ചിക്കൻ തന്നത്. ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ജുത്തി വാങ്ങി ഇവിടെ നിന്ന് കഴിക്കില്ല, കഴിക്കുന്ന ഒരാൾ കഴിക്കാം. നമ്മുടെ എൻ്റെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയുണ്ട്, ലാബ് ഉണ്ടോ. അപ്പോൾ അതിനെ ചൂടാക്കി ഞാൻ ചിക്കൻ കഴിക്കട്ടെ. ഓക്കെ, ഞാനപ്പോൾ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കഴുകി വയ്ക്കാൻ കേട്ടോ. പട്ടിക്കുട്ടിക്ക് വേണ്ടിയിട്ട് മാങ്ങ ലിവറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ബബ്ലൂസിന് വേണ്ടിയിട്ട് ലെഗ് 4 എണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചധികം ചിക്കൻ ഉള്ളത് കൊണ്ട് നൈറ്റിന് ആവശ്യമുള്ളതും പിന്നെ നാളെ രാവിലത്തേക്ക് ആവശ്യമുള്ളതും ഇങ്ങനെ സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് പോയപ്പോൾ അവിടെ അവണങ്ങാട് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു അപ്പാപ്പന് ലോട്ടറി വിൽക്കണ ഒരു അപ്പാപ്പനെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ പോകുമ്പോൾ അവിടെ കൂടുതലും അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അമ്മ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അമ്മയ്ക്ക് ഒരു ലോട്ടറിയിൽ 5000 രൂപ കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോൾ ഞാനും ചുമ്മാ ഒരു ലോട്ടറി എടുത്തു. അപ്പോൾ മോനുചേട്ടൻ്റെ ഒരു തീമിലെ ലോട്ടറിൻ്റെ എൻഡിങ് വരുന്നത് 369 ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു നമ്പർ എന്നോടത്ത് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 9403 പെട്ടെന്ന് കണ്ടതായ ഒരു നമ്പറാണ്. അപ്പോൾ ഞാനൊന്ന് നോക്കിയില്ല, ആ ഒരു നമ്പർ എടുത്തു കേട്ടോ. അങ്ങനെ വന്നിട്ട് വൈകിട്ട് ജസ്റ്റ് ഒന്ന് ഫോണിൽ ലോട്ടറി വന്നപ്പോൾ അതിൻ്റെ ടൈം അനുസരിച്ചിട്ട് ലോട്ടറി റിസൾട്ട് നോക്കിയപ്പോൾ അതിൽ 500 രൂപ കിട്ടി. അപ്പോൾ എന്താ ഭയങ്കര സന്തോഷമായി. 500 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും നമുക്കിങ്ങനെ കിട്ടാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ല. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പം നമ്മുടെ പടികൾ അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബബ്ലൂസിന് വേണ്ടിയിട്ട് ഒരു ലെഗ് ഞാൻ കട്ട് ചെയ്തിട്ട് അവന് അധികം എരിവില്ലാണ്ട് അങ്ങനെ ഇത്തിരി മൈദയും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് രാത്രിത്തേക്ക് കുറച്ച് ചിക്കൻ വറുക്കാൻ വേണ്ടി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബബ്ലൂസിന് ചൂടുവെള്ളം ഞാൻ വെച്ചുകൊണ്ടിരിക്കാനായിട്ടാണ്. പിന്നെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ. ചില ദിവസങ്ങൾ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞല്ലോ, കുക്ക് ചെയ്യാൻ ഭയങ്കര മൂടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഡെസ്പായിട്ടിരിക്കും കേട്ടോ. ഡെസ്പ് മീൻസ് ഒരു പണി ചെയ്യാനൊരു മൂടില്ലാത്ത പോലെ ഇരിക്കും. അങ്ങനെ പണി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും അമ്മ വന്നു. അമ്മയാണ് എനിക്കത് ചപ്പാത്തി ഇങ്ങനെ പരത്തി തരേണ്ട ആൾ കേട്ടോ. അപ്പം അമ്മ പരത്തനുണ്ട്. ഞാനൊരു ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, കുടിക്കാനായിട്ടുള്ള വെള്ളം വെച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ കുറച്ചധികം നേരമായി ഇരിക്കുന്നു, അത് ഫ്രൈ ചെയ്യാനായിട്ടും പാനിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ, അത്രയും ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ തൊട്ടപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചപ്പാത്തിയും ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വേഗം കഴിയും. കാരണം പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് സൗണ്ടുകളൊക്കെ എക്സ്ട്രാ കേട്ടെന്ന് വരും. ബബ്ലൂസ് കളിക്കാനായിട്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇരുന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യണത്. അവൻ ഞാൻ വരുമ്പോഴേക്കും ഓടി വരും, അവന് മനസ്സിലാവും ഞാൻ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അവൻ. അങ്ങനത്തെ ഈ ചപ്പാത്തിയൊക്കെ ഓൾമോസ്റ്റ് ചുട്ട് കഴിയാനായിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ബബ്ലൂസിനുള്ള ചിക്കൻ ലെഗ് ഞാൻ വേറെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു പാനിലേക്ക് തന്നെ സവോള അങ്ങനത്തെ ഐറ്റംസൊക്കെ വേഗം ഇട്ട് വഴറ്റാൻ കേട്ടോ. അപ്പം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 6:30. അത് ഏട്ടൻ്റെ വിളക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആവാനായിട്ടുണ്ട്. നമ്മുടെ മോൻ വന്നിട്ട് പുറത്ത് പോയി കളിച്ച്, അവിടെ ഫ്ലാറ്റിൽ വേറെ കുട്ടികളുണ്ട്, അവരുടെ കൂടെ കളിച്ച്
അത്രയും വയർത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് വീണ്ടും ഞാൻ ചൂടുവെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. പിന്നെ എൻ്റെ പാത്രങ്ങളും അപ്പം തന്നെ കൈയോടെ തന്നെ പാത്രങ്ങളും അവിടുത്തെ സ്ലാബും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. നമ്മുടെ ചിക്കൻ കറി ആയി കണ്ട ബബ്ലൂസ് തുള്ളിച്ചാടി കളിച്ച് വരുന്നുണ്ട്. എനിക്ക് അവനെ കുളിപ്പിക്കണം, അത്ര തന്നെ. അപ്പോൾ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ സമയം വന്നിട്ട് 6:30 ആയിട്ടുണ്ട് കേട്ടോ. 4:30 തുടങ്ങിയതാണ്. പിന്നെ അമ്മ വന്നപ്പോൾ അമ്മ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ആവാനായിട്ടുണ്ട്. ഇനി ബബ്ലൂസിന് വെള്ളമൊക്കെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ബാത്റൂമിൽ അവൻ കളിയാണെങ്കിൽ അവൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്നിട്ട് വേണം അവനെ കയറ്റാനായിട്ട്. അവൻ്റെ ബാത്റൂമിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ബാത്റൂമിൽ പോലും ക്ലീൻ ചെയ്തിടും. അപ്പോൾ ഇന്നലെ ബാത്റൂമിൽ കഴുകണ ഒരു ഡേ ആണ് കേട്ടോ. എൻ്റെ കയ്യിലും ഇടയിൽ നമുക്കിവിടെ 2 ബാത്റൂം വരുന്നുണ്ട്. ഒന്ന് അറ്റാച്ച്ഡ് പിന്നെ ഒന്ന് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ഇന്നാണ് ഞങ്ങളുടെ ബാത്റൂം കഴുകേണ്ട ഡേ. എല്ലാ ഭക്ഷണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അമ്മയും ബാത്റൂം കഴുകാനായിട്ട് പോകും. അതൊക്കെ കഴുകി കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കും. അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ ബബ്ലൂസിനെ ഞാനായിട്ട് കുറേ നിർബന്ധിച്ചിട്ട് വേണം ഞാൻ അവന് കയറ്റാനായിട്ട്. കാരണം ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. അവൻ എല്ലാ ടോയും കൊണ്ട് പോകും. എന്നിട്ട് ഈ മറ്റേ വഞ്ചി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് വെള്ളത്തിൽ കളി, അതൊക്കെ കൊണ്ടുപോയിട്ട് അവൻ കുറേ നേരം കളിച്ചിട്ട് അകത്തേക്ക് റൂമിലേക്ക് അവൻ കയറുള്ളൂ കേട്ടോ. നമുക്ക് അവനെ കുളിപ്പിച്ച് കയറ്റണം. അങ്ങനെ ബാത്റൂമൊക്കെ കഴുകി ബാക്കി നമുക്ക് കഴിയിട്ടാണ്. ചിക്കൻ കറി ഇതേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബാത്റൂമൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ബബ്ലൂസ് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ വെള്ളത്തിലൊക്കെ മുക്കി കളിക്കുന്ന കാര്യം ബാത്റൂം നല്ല ക്ലീൻ ആക്കിയിട്ട് നീറ്റായിട്ട് ഇടും. പുറത്ത് പോയി നോക്കിയപ്പോൾ അതേ കല്യാണ വീട് പോലെയാണ് കേട്ടോ. സത്യത്തിൽ കല്യാണ വീടൊന്നുമല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ദേ കുളിച്ചു, മാമീനെ തൊഴുതു, ഭക്ഷണം വെച്ചു. ബബ്ലൂസിന് ലെഗ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊക്കെ അതൊക്കെ തിന്നിരുന്ന് കഴിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ദേ നമ്മുടെ ഫുഡൊക്കെ ടേബിളുമ്മ വെച്ചു. ഞാനും ഏട്ടനും മമ്മിയും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ ദേ ഞാൻ ഏട്ടന് ആവശ്യമുള്ളതൊക്കെ ഞാൻ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.